ഈ നോമ്പ് കാലത്ത് ഊണിന് പറ്റിയ ഒരു ഒഴിച്ചുകറി കുമ്പളങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അരമുറി കുമ്പളങ്ങ വേണം. നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളക് ഇടുന്നുള്ളൂ, കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മളിനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ഞാൻ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തു. അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പരന്ന പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അത് അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളയ്ക്കണം. ഒരു 2-3 മിനിറ്റ് അത്രയും മതി. ഞാൻ തേങ്ങ അരച്ച പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത് തൈരാണ്. തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. പുളി കൂടുതലുള്ളതാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട. ഇത് പുളി പാകമുള്ള തൈരായതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് 200 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തള ചെറുതായിട്ട് വന്നു തുടങ്ങി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊരു ടിപ്പാണ് കേട്ടോ. കറിയുടെ ടേസ്റ്റ് നല്ലതായിട്ട് വരും 1 ടീസ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ചേർത്താൽ. ആ പുളിയും പഞ്ചസാരയും ഒക്കെയും കൂടെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ കറി കടുക് താളിക്കണം. അതിനായിട്ടൊരു ചട്ടി അടപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. അതൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുക. അതുകൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു എക്സ്ട്രാ കളറും ഭംഗിയും ഒക്കെ വരും. നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കുമ്പളങ്ങ കറിയാണ്. ഈ രീതിയിൽ വെച്ച് നോക്കാത്തവർ എന്തായാലും വെച്ച് നോക്കണേ. താങ്ക് യു.